ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഈ ഡെയിലി വ്ളോഗ്സോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എൻ്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എൻ്റെ ലൈഫിൽ ഞാൻ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡേ എങ്ങനെയൊക്കെ പ്രൊഡക്റ്റീവ് ആക്കണമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കുറച്ച് വർഷം മുന്നേ. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി ഒരു മിക്സ്ഡപ്പ് ആയിട്ടുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഓരോ ദിവസവും ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരു മീനിങ്ങും ഇല്ല. എല്ലപ്പോഴും ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുക, കിടന്നുറങ്ങുക, എന്തെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാംസോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കിഷ്ടം കുറച്ചും കൂടിയും പ്രൊഡക്റ്റീവായിട്ട് കുറച്ചും കൂടി മീനിങ് ഫുള്ളായിട്ട് ഒരു ഡേ കൊണ്ടുപോകാന്നുള്ളതാണ്. എന്നെപ്പോലെ ഒരുപാട് സ്റ്റുഡൻസ് ഇതേ ഒരു ലെവലിൽ കടന്നു പോകുന്നുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ഫീല്. കാരണം ഓൾ ദ ടൈം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുക, അതിൽ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു 75% ടൈമും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാന്നുള്ള ആ ഒരു തിങ്കിങ്ങിലാണ് ഈ ഒരു വീഡിയോ കേട്ടോ. എൻ്റെ ലൈഫിലെ ഒരു മോസ്റ്റ് പ്രൊഡക്റ്റീവ് ടൈം ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ SSLC ആണ്. എൻ്റെ SSLC ആ ബോർഡ് എക്സാമിൻ്റെ ടൈം പീരീഡൊക്കെ +2 ഒക്കെ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ടൈം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്ലോലി ആ ഒരു എന്താ പറയുക ആ ഒരു എറ അങ്ങ് കഴിഞ്ഞ പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ കോളേജും അങ്ങനെയൊക്കെ ആയി. പക്ഷേ ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ടൈമും വേസ്റ്റ് ആയി പോകുന്ന പോലെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്തിനെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ള ആ ഒരു ഭയങ്കര ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും മീനിങ് ഫുള്ളായിട്ട് ഉണ്ടാവണം. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജേണി നിങ്ങൾക്കും കൂടിയും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് കേട്ടോ ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മോട്ടിവേഷനും സ്റ്റഡി ടിപ്സും ഹെൽത്തും പ്രൊഡക്ടിവിറ്റി എല്ലാം ഉള്ള ഒരു എൻ്റെ കൺസിസ്റ്റൻസി ഞാൻ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു വീഡിയോ സീരീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എങ്ങനെയാണ് ഞാൻ 90% ആൻഡ് എബോവ് ബോർഡ് എക്സാമിന് സ്കോർ ചെയ്തത്, അതുപോലെ തന്നെ SSLC സ്റ്റുഡൻസിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും SSLC ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഇയർ നമുക്ക് ഒരുമിച്ച് കുറച്ച് മീനിങ് ഫുൾ ആക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് ഒക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്ടിവിറ്റി. എല്ലാ കാര്യങ്ങളിലും പ്രൊഡക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കുറച്ച് റീഫ്രഷ്മെൻറ്റും ആവശ്യമാണ്. അതായത് ഈ ഒരു സ്റ്റുഡൻസ് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ബോർഡ് എക്സാം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കുറച്ച് റീഫ്രഷ്മെൻറ്റ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരിക. എവിടെയെങ്കിലും ഡേ ഔട്ട് കസിൻസോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് ഡേ ഔട്ടും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഫ്രീ ആവും. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടിയിട്ട് ഇപ്പം കുറച്ചായിട്ടാണ് എവിടെയെങ്കിലും ഒന്ന് ഡേ ഔട്ട് പോകണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ പോയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ തലശ്ശേരി ഡൗൺ ടൗൺ മാളിലായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. ഇതിൽ ബോർഡ് എക്സാം സ്റ്റുഡൻസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ആകുന്ന ആ ഒരു ടൈമൊക്കെ സെറ്റാക്കി നമ്മൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. ആ ഒരു ഡേയും ടൈമിങ്ങും ഒക്കെ നമ്മൾ നല്ല രീതിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആയിട്ടും ഇല്ല. നമ്മൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുമുണ്ട്. അപ്പോൾ ഒരു ഡേ ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി മൈൻഡ് ഒന്ന് ഫ്രീ ആവും.
പിന്നെ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡൗൺ ടൗൺ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തലശ്ശേരി ഒരു ലാം കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്, അവിടത്തേക്കാണ് പോയത്. അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൽഫ്രെഡോ പാസ്തയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് അത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ പോയിരുന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഫുഡ്, ഒരു രക്ഷയില്ല. നമ്മൾ അവിടെ പോയി കഴിക്കുന്നതാണ്, അപ്പോൾ ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ ആൾക്കും പറയാൻ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും, അവരെ കോളേജിലെ അവരെ സ്കൂളിലെ. അപ്പോൾ അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ടൈം പോകുന്നത് മനസ്സിലാവുകയില്ല കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് തലശ്ശേരി കോട്ടയിലേക്കാണ് കേട്ടോ. അവിടെ വൈബ് ഒരു രക്ഷയില്ല, അത്രയും നല്ലൊരു നാച്ചുറൽ അങ്ങനെയുള്ള ആ ഒരു ഫീലുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയി. അപ്പോൾ അവിടുന്ന് ഒന്ന് ഒപ്പിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ വന്നിട്ട് സൈൻ ചെയ്യണം, നമ്പറൊക്കെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഓളെ സന്തോഷം കണ്ടാൽ വിചാരിക്കും വലിയ കാര്യം ചെയ്തിട്ട് വന്നതാണ്. ഓൾ ആദ്യമായിട്ട് പോയിട്ട് സൈൻ ചെയ്ത സന്തോഷമാണ് കേട്ടോ അത്. നമ്പറൊക്കെ ആരതൊക്കെയോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കൽ തന്നെയാണ് കേട്ടോ മെയിൻ. ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, കാരണം നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടിയും കുറച്ച് ലക്കിയാണ് കേട്ടോ നമ്മൾ. കാരണം നമുക്കിങ്ങനെ പോകാനും ഫുഡൊക്കെ കഴിക്കാനും ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ നമുക്ക് ഇതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ. കാരണം പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡേ എങ്കിലും നമുക്ക് വേണം കേട്ടോ. കാരണം ഫുള്ളി സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്തും, അതായത് വീടും സ്കൂൾ അല്ലെങ്കിൽ വീട് കോളേജ് ഇങ്ങനെ അല്ലേ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ചേഞ്ച്, മൈൻഡിനൊരു റീഫ്രഷ്മെൻറ്റ് അതെന്തായാലും ആവശ്യമാണ്. നമ്മൾ ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളാരും അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, നമുക്ക് പുറത്ത് പോവുക, നല്ല ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ഒരുവിധം ഹാപ്പി ആവട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ പോയിരുന്നു, ഫോളിയിൽ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് മിസ്റ്റർ ക്രിസ്പി എന്ന് പറഞ്ഞ ഈ ഒരു കഫേയിലാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലോഡഡ് ഫ്രൈസും പിസയും ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അന്ന് പോയ സമയത്ത് പിസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊരു ഫലൂദ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ഒരു ഗ്രിൽ സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു ഷോപ്പിൽ നമ്മൾ ഫുഡ് വന്നിട്ട് അടിപൊളിയാണ്, അതായത് നല്ല ടേസ്റ്റി ഫുഡും അതുപോലെ തന്നെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷേ കോളേജ് സ്റ്റുഡൻസിനും ഇങ്ങനെ ഡേ ഔട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു, ബൈ.